കരിമണ്ണൂരിൽ നടന്ന ഡിവൈഎഫ്ഐ മാർച്ച് അതിക്രമത്തിലേക്കും തനിക്കെതിരായ ഭീഷണിയിലേക്കും കടന്നതായി യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റമീസ് കൂരാപ്പള്ളി. സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രചാരണ സാമഗ്രികൾ നശിപ്പിച്ചതായി റമീസ് ആരോപിച്ചു. തനിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വധഭീഷണി മുഴക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കൂരാപ്പള്ളി പോലീസിനും പരാതി നൽകി. ഇന്നലെ വൈകുന്നേരം ഏകദേശം 6:30 മണിയോടുകൂടി തന്നെ SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ കരിമണ്ണൂരിൽ പ്രകടനം നടത്തി. ഇതിനോടൊപ്പം തന്നെ കരിമണ്ണൂർ കപ്പേളപ്പള്ളിക്ക് സമീപം സ്ഥാപിച്ചിരുന്ന എൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറി നിലത്തിട്ട് അതുപോലെ തന്നെ റോഡിൽ വിതറുകയും ചെയ്യുകയുണ്ടായി. ഇത്തരത്തിലുള്ള അക്രമ പരിപാടികളുമായിട്ടാണ് DYFI മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വധഭീഷണി മുഴക്കുകയും അപകീർത്തിപരമായ പരാമർശങ്ങൾ DYFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. രാഹുലിനെ വധിക്കുമെന്നും കൈയും കാലും വെട്ടുമെന്നും തരത്തിലുള്ള അപകീർത്തപരമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായാണ് DYFI കരിമണ്ണൂരിലെ തെരുവിൽ അഴിഞ്ഞാടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ CIക്ക് പരാതി നൽകുകയുണ്ടായി. യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി തികച്ചും ജനാധിപത്യമായ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികളുമായി ഇതിനെതിരെ ശബ്ദിക്കുന്നതാണ്. കഞ്ചാവ് മാഫിയയുടെയും ലഹരി മാഫിയയുടെയും ആധാരമായി കരിമണ്ണൂർ മാറിയിരിക്കുന്നു. കരിമണ്ണൂരിൽ വളരെ ദീർഘകാലമായി DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിലുള്ള ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.